സംസ്ഥാനത്ത് അതിശക്തമായ മഴയിൽ മഴക്കെടുതികൾ രൂക്ഷം. കോഴിക്കോടും വയനാടും അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ഇടുക്കി മൂന്നാറിൽ മണ്ണിടിച്ചിലുണ്ടായി. എറണാകുളത്തും കോട്ടയത്തും നിരവധി വീടുകൾ തകർന്നു വീണു. കനത്ത മഴയിൽ എറണാകുളത്തും കോട്ടയത്തും നിരവധി വീടുകൾ തകർന്നു വീണു. കുറിച്ചി പുത്തൻ കോളനിയിൽ വീടിടിഞ്ഞു വീണു. ശനിയാഴ്ച രാത്രി 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. കുഞ്ഞൻകവല ശോഭാ ഷാജിയുടെ വീടാണ് ഇടിഞ്ഞു വീണത്. അപകട സമയത്ത് വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. എറണാകുളത്ത് മഴക്കെടുതിയിൽ 19 വീടുകൾ തകർന്നു. തേവലിക്കലിൽ മണ്ണിടിഞ്ഞു വീണ് വീട് പൂർണ്ണമായും തകർന്നു. ഇടുക്കി ജില്ലയിലും കനത്ത മഴ തുടരുകയാണ്. മഴയിൽ ദേവികുളം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ലോറിയിലേക്ക് മണ്ണ് വീണ് ഒരാൾ മരിച്ചിരുന്നു. മൂന്നാർ സ്വദേശി ഗണേശനാണ് മരിച്ചത്. അതേസമയം മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഇടുക്കി അണക്കെട്ടിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ റോഡിലേക്ക് വെള്ളം കയറി. ഇന്നലെ ഉച്ചകഴിഞ്ഞ് സമീപത്ത് കൂടി ഒഴുകുന്ന മണിമലയാർ കരകവിഞ്ഞതിനെ തുടർന്നാണ് റോഡിലേക്ക് വെള്ളം കയറിയത്. റോഡിന്റെ 100 മീറ്ററോളം ഭാഗത്താണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാന പാതയിൽ ഒരടിയോളം വെള്ളമുയർന്നു. അതേസമയം ശക്തമായ മഴയെ തുടർന്ന് കക്കി ആനത്തോട് ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. മൂഴിയാർ ഡാമിന്റെ 3 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. കണ്ണൂർ കണ്ടോത്ത് കൂർമ്പ ക്ഷേത്രവളപ്പിൽ കൂറ്റൻ ആൽമരം കടപുഴകി വീണു. ക്ഷേത്ര നടപ്പന്തൽ ഭാഗികമായി തകർന്നു. നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരത്ത് താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിന്റെ സ്വാധീന ഫലമായാണ് മഴ കനക്കുന്നത്. തീരദേശ മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.